വെൽക്കം ടു ലാമീസ് വേൾഡ്. ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടുള്ളൊരു ബീഫ് മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ മസാല കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ നല്ല ചൂടായിട്ടുള്ള കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു 4 ഏലക്കായ, ഒരു 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 2 ബേ ലീഫ് ഇവയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ മല്ലി, അതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇവയൊക്കെ ഒന്നുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിതാ 2 സവാള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്നൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതാ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിതാ 2 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഞാനിതാ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതാ 1 ടീസ്പൂൺ മന്തി മസാല കൂടി ചേർത്തിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും, അതിനുശേഷം ഒരു 5 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കൊരു പിടി മല്ലിയിലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 മിനിറ്റെങ്കിലും നമ്മൾ കൈ ഇടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതാരും സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7 വിസിലൊക്കെ ഞാൻ കുക്കിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ഇത് നമ്മൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും പിന്നെ ഞാൻ 2 മാഗി ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഇത്. ഇതിൽ ഞാൻ ബീഫിൻ്റെ പീസൊക്കെ ഒരു പാത്രത്തിലും പിന്നെ ഈ ഗ്രേവി ഞാൻ മറ്റൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമ്മൾ റൈസ് വേവിച്ചെടുത്തതിന് ശേഷം അതിൽ നമുക്ക് ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് റൈസൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്ക് 2 സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതാ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് റെഡ് ഫുഡ് കളറും പിന്നെ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് റൈസിൻ്റെ 2 സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കളറായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ബീഫും കൂടി ചേർത്തതിന് ശേഷം ഞാൻ കണൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണലിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് പുക വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഞാനന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രേവി ടൈപ്പായി ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റൈസിനൊക്കെ. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ബീഫ് മന്തി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.